തലസ്ഥാനത്തെ അനധികൃത KSRTC സ്റ്റാൻഡ് ഒഴിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ മെല്ലെപ്പോക്ക്. റെയിൽവേ പാഴ്സൽ ഓഫീസിനും ബസ് സ്റ്റാൻഡിനും മുന്നിലെ റോഡിലാണ് ബസ്സുകൾ പുറപ്പെടുന്നതിനുള്ള അനധികൃത സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. നടപ്പാത കയ്യേറി ഓഫീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചിരികയാണ്. ശ്രീനന്ദ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കാരണം തിരക്കേറിയ ഒരു പാതയാണ്, അവിടെയാണ് ഈ അനധികൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബസ് നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും ഒരു നടപടിയും ഇതിനകം ഉണ്ടായിട്ടില്ല. അധികൃതർ എന്ത് കാര്യമാണ് പറയുന്നത്, എന്ത് ന്യായീകരണമാണ് പറയുന്നത്? KP, ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. യാത്രക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ബസ് സ്റ്റാൻഡ് സാധാരണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ടെർമിനലിൻ്റെ പണി ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായി KSRTC ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് കയറാൻ വേണ്ടി ഒരു ബസ് സ്റ്റാൻഡ് താൽക്കാലികമായി അവിടെ ഉണ്ടായിരുന്നു. ആ താൽക്കാലികമായി നിർമ്മിച്ച ഒരു ബസ് സ്റ്റാൻഡാണ് പിന്നെ KSRTC സ്ഥിരമായൊരു ബസ് സ്റ്റാൻഡ് എന്ന രീതിക്ക് മുന്നോട്ട് പോയത്. റെയിൽവേ പാഴ്സൽ ഓഫീസിനും KSRTC ബസ് സ്റ്റാൻഡിനും ഇടയിലായിട്ടാണ് ഇത്തരത്തിലൊരു സ്റ്റാൻഡ്. അവിടെ കാണാൻ സാധിക്കും. യാത്രക്കാർക്ക് ഇരിക്കാൻ വേണ്ടി വളരെ ചെറിയൊരു സ്ഥലവും അതുപോലെ തന്നെ ഓഫീസും അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്, ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ആ വകുപ്പിൻ്റെ കീഴിലുള്ളതല്ല. അത് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞതാണ്. അവർ നിർദ്ദേശം നൽകിയിരുന്നു പെട്ടെന്ന് തന്നെ ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റാനും അതുപോലെ തന്നെ എന്താണ് ഇത്തരത്തിൽ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു നടപടി ഒന്നും തന്നെ എടുക്കാതിരുന്നതെന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. യാത്രക്കാരെ വലച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബസ് സ്റ്റാൻഡ് അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾ അവിടെ അപകടത്തിൽപ്പെടുന്നതായും റിപ്പോർട്ടുകൾ ചെയ്യുന്നു. ബസ്സുകൾ വന്ന് നിർത്തുന്നതും പോകുന്നതും ഒക്കെ തന്നെ വളരെ വലിയൊരു അപകടം പരത്തുന്ന രീതിയിലാണ്. കാരണം ഒരു ലക്കും ലെവലും ഇല്ലാതെയാണ് ബസ്സുകളൊക്കെ തന്നെ വരുന്നത്. സാധാരണ ബസ്സുകളായിക്കോട്ടെ, KSRTC ബസ്സും അതുപോലെ തന്നെ സാധാ പ്രൈവറ്റ് ബസ്സുകളും അവിടെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ബസ് നിർത്തുന്നതെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്. അവിടെ നിന്ന് യാത്രക്കാർ ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടും ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മെല്ലെപ്പോക്ക് നയമാണ് KSRTC ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്നത്. താൽക്കാലികമായി കൊടുത്തൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് സ്ഥിരമായി അതൊരു ബസ് സ്റ്റാൻഡായി മാറ്റാനുള്ള ശ്രമമാണ് KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു നീക്കത്തിനെതിരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിരന്തരമായി ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അത് ഉടൻ തന്നെ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കണം. കാരണം ഏക്കർ കണക്കിന് സ്ഥലമാണ് KSRTC ടെർമിനലും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അവിടെ തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡ് അവർക്ക് നിർമ്മിക്കാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബസ്സുകളെല്ലാം തന്നെ പുറത്ത് പാർക്ക് ചെയ്ത്, അതും ഒരു മാന്യമായ രീതിയിലല്ല പാർക്കിംഗ് എന്നും കൂടി ഏറ്റവും കൂടുതൽ എടുത്തു പറയണം. സാധാരണ പാർക്കിംഗ് ആണെങ്കിൽ ഇത്തരത്തിലൊരു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ വളരെ അപകടപരമായ രീതിയിലാണ് അവിടെ ബസ്സുകളെല്ലാം തന്നെ പാർക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു തീരുമാനമുണ്ടാകണം, അല്ലെങ്കിൽ കൃത്യമായൊരു നിർദ്ദേശം നൽകി ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ എടുത്തു പറയാനുള്ളത്. ഒരു ജീവൻ പൊലിഞ്ഞാൽ മാത്രമായിരിക്കുമോ അവിടെ ഒരു നടപടി സ്വീകരിക്കുക എന്നുകൂടി നമുക്ക് സർക്കാരിനോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. KP. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.